അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 മോഡൽ 17 സീറ്റ് ആയിട്ടാണ്. അപ്പോൾ അത് സെയിലിനുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 മോഡൽ 17 സീറ്റ് വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ജോഷിൻ്റെ വർക്കുള്ള 2014 ഇൻറ്റീരിയൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ജോഷിൻ്റെ വർക്ക് 2010 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി 17 സീറ്റിൽ AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടികൾ വളരെ അപൂർവമാണ്. അപ്പോൾ ഇത് പവർ സ്റ്റിയറിംഗ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അതേപോലെ ടെസ്റ്റിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടെസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ 8 മാസത്തോളം ഇൻഷുറൻസ് ഉണ്ട്. ടാക്സ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണ്. ടയർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടയറും അത്യാവശ്യം ഒരു 50% മേലത്തോളം ടയർ കണ്ടീഷൻ ഉണ്ട്. പിന്നെ വണ്ടി പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മിറർ ഫിനിഷിങ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള സ്റ്റിക്കർ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ നമ്മുടേതായുള്ള രീതിയിലാണ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന പാർട്ടി എങ്ങനെയാണോ അവരുടെ കൺസെപ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ വൈറ്റ് അടിച്ച് നിർത്തിയതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതിന് ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ സമയമാണ്. അതായത് ജൂൺ ആകുമ്പോഴേക്കും സ്കൂളിൻ്റെ സീസണാണ് വരുന്നത്. അപ്പോൾ ആ സീസണിലേക്ക് പറ്റിയൊരു വാഹനമായിട്ടാണ്. അതായത് ആ ഒരു സ്കൂളിൻ്റെ ടൈം ആകുമ്പോൾ നല്ല രീതിയിൽ വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എടുക്കാൻ പറ്റിയാണ് ഒരു നല്ലൊരു പക്ക ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു വണ്ടിയാണ്. ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പുതിയ പേപ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇനി 8 മാസത്തോളം ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ വണ്ടി നമുക്ക് ജൂണിൽ തൊട്ട് സ്കൂളിലേക്ക് കയറ്റുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് കയറ്റുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കമ്പനി ഓട്ടാണെങ്കിലും സ്കൂൾ ട്രിപ്പാണെങ്കിലും മാസ വരുമാനം കിട്ടും ചെയ്യും. അതേപോലെ തന്നെ ഇട ദിവസങ്ങളിൽ അതായത് ലീവുള്ള ദിവസങ്ങളിൽ നമുക്ക് പുറത്തേക്ക് ഓടാനുള്ള കണ്ടീഷനിൽ പക്കയായിട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 മോഡലിൽ ഈ ഒരു ഫിനിഷിങ്ങിൽ വണ്ടികൾ കിട്ടാനായിട്ട് വളരെ അപൂർവമായിരിക്കും. പിന്നെ ഒരു പ്രൈസിലും അതേപോലെ തന്നെ വണ്ടി AC ആണ്. അതേമാതിരി തന്നെ പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഇട ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ഒരു വണ്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സീസൺ ടൈമാണ്. ട്രാവലറിൻ്റെ സീസൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീസൺ കഴിഞ്ഞ സമയത്ത് തന്നെ നമുക്ക് സ്കൂളുകളിലേക്കൊക്കെ കാര്യത്തിൽ വണ്ടി നമുക്ക് ധൈര്യമായിട്ട് കയറ്റാവുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു കൊല്ലത്തോളം ഇതിൻ്റെ പിന്നാലെ അതായത് പേപ്പർ ഭാഗത്തിൻ്റെ ആണെങ്കിലും ബാക്കി ഉള്ള കാര്യങ്ങളുടെ ആണെങ്കിലും ഇതിൻ്റെ പിന്നാലെ നിൽക്കേണ്ടതായിട്ട് വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ടയർ കണ്ടീഷനാണെങ്കിലും മെക്കാനിക് സൈഡാണെങ്കിലും അത്യാവശ്യം ഒരു 70% പക്കയാണ്. പിന്നെ ചെറിയ രീതിയിൽ 2010 വണ്ടി എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും മെക്കാനിക് സൈഡൊക്കെ നോക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഓൾമോസ്റ്റ് ഒരുവിധം മെക്കാനിക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഒരു നീറ്റ് ആൻഡ് ക്വാളിറ്റി ലോ ബഡ്ജറ്റ് വണ്ടി എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് ഈ ഒരു വണ്ടി എന്തെങ്കിലും എടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,75,000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒരു 4 തൊട്ട് 5 രൂപ വരെ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ട്രാക്കുള്ള പാർട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതേ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇതേപോലത്തെ വണ്ടികൾ അതേപോലെ തന്നെ നമ്മുടെ വണ്ടികളുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും വണ്ടികൾ വിൽക്കാനാണെങ്കിലും അതേപോലെ തന്നെ വാങ്ങാനാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.